السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد. സംവിധാനിച്ച് എല്ലാവർക്കും എത്തിച്ചു കൊടുത്തതുമല്ല, പിന്നെയോ അതിനുവേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത് തീരുമാനിച്ച റസൂൽ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അതിനുവേണ്ടി അയച്ചത്. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ജനങ്ങളെക്കുള്ള അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിനെ തങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ് ഓ നബിയെ തങ്ങളെ മേൽ ഇത് നാം അവതരിപ്പിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു ലോകത്തേക്ക് സംവിധാനിച്ച അള്ളാഹുവിന്റെ നിയമവിധികൾ, വ്യവസ്ഥകൾ, അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിൽ പിന്നെ മറ്റാർക്കും കൈകടത്താൻ പ്രവാചകൻ കൊടുത്ത വ്യാഖ്യാനങ്ങളല്ലാതെ മറ്റ് വ്യാഖ്യാനങ്ങൾ നടത്താൻ ഒന്നും വഴിയില്ല. പണ്ടുകാലത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരെ മതഗ്രന്ഥങ്ങളിൽ കൈകടത്തൽ നടത്തി. അതിന്റെ വാചകങ്ങളെ തന്നെ അട്ടിമറി നടത്തി. പല സ്ഥലങ്ങളിലും ഇല്ലാത്തത് കൂട്ടിക്കൊടുത്തു, ഉള്ളത് കുറെയെല്ലാം വെട്ടിമാറ്റി. ഈ ഒരു പ്രക്രിയ ഇന്നും അവരുടെ ഗ്രന്ഥങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനവർക്ക് സംവിധാനമുണ്ട്. പക്ഷേ അത് ഒരു ഇലാഹിയായ മതമാണെങ്കിൽ നിവൃത്തിയില്ല. മനുഷ്യന്റെ കൈകടത്തലിന് യാതൊരു വഴിയുമില്ല. ദീൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിയല്ല. അപ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ വിധിവിലക്കുകൾ ആരിലൂടെയാണോ നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുള്ളത് അതിന്റെ അർത്ഥകൽപ്പന നടത്തുന്നതും വ്യാഖ്യാനം നടത്തുന്നതുമൊക്കെ ആ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഓ നബിയെ തങ്ങളെ മേലിൽ നാം ഖുർആൻ അവതരിപ്പിച്ചത്. എന്തിനു വേണ്ടിയാണ്? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ജനങ്ങൾക്ക് തങ്ങൾ ബയാൻ ചെയ്തു കൊടുക്കാൻ, വിശദമാക്കി കൊടുക്കാൻ വേണ്ടി ജനങ്ങളിലേക്ക് അവതീർണമായ ഖുർആനിനെ. അപ്പൊ ആ ഖുർആനിന്റെ വ്യാഖ്യാനം എന്നല്ല അതിന്റെ വചനങ്ങൾ എല്ലാം വ്യക്തമാക്കി കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ വാചകങ്ങൾ കൃത്യമായി സത്യമായി എത്തിച്ചു തരേണ്ടതും ആ വാചകങ്ങൾക്ക് എല്ലാം കൊടുക്കേണ്ടുന്ന ഏത് രീതിയിലുമുള്ള വ്യാഖ്യാനങ്ങൾ. ഇസ്ലാം എന്ന് പറയുന്നത് മറ്റു മതങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി വേർതിരിഞ്ഞു നിൽക്കുന്ന ഒരു മതമാണ്. അതിന് നിശ്ചിതമായ വിശ്വാസങ്ങൾ, അതാണ് അതിന്റെ അടിത്തറ. നിശ്ചിതമായ കർമ്മങ്ങൾ, ഇത് രണ്ടിന്റെയും പുറമെ ഇസ്ലാം നിശ്ചയിക്കുന്ന ചില സംസ്കാര രീതികൾ, അതിലൂടെ ആത്മീയമായ ശുദ്ധി വരുത്തൽ, ഈ മൂന്ന് കാര്യങ്ങളുടെ സമുച്ചയമാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. അൽ ഈമാനു വൽ ഇസ്ലാമു വൽ ഇഹ്സാൻ, വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ, കർമ്മപരമായ കാര്യങ്ങൾക്ക് ഇസ്ലാം, എന്നാൽ ആത്മശുദ്ധി വരുത്തുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത് ഇഹ്സാൻ. ഇങ്ങനെ പറയപ്പെടും.
ഈ മൂന്നിനും അതിൻ്റെതായ കൃത്യത നമുക്ക് ഉറപ്പ് കിട്ടണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അതിന്റെ വിശദീകരണങ്ങൾ കിട്ടിയേ പറ്റൂ. അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ അനുമാനങ്ങളാകും, നമ്മുടെ കൈകടത്തലാകും. പണ്ടുകാലത്ത് ജൂതരും ക്രിസ്ത്യാനികളും നടത്തിയ ആ കൈകടത്തൽ ഖുർആന് നടക്കില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റുകഴിഞ്ഞു. അത് ഒരാൾക്കും കൈകടത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ പിൽക്കാലത്ത് വന്ന ആശയവ്യതിയാനം സംഭവിച്ചവർ ചെയ്തു കൂട്ടുന്നത്, അതിന് അവർ ചില സ്വന്തം വ്യാഖ്യാനങ്ങൾ, അർത്ഥകൽപ്പന കൊടുക്കുന്നു. വാചകങ്ങൾ വെട്ടിമാറ്റാനും ചുരുക്കാനും മാറ്റിമറിക്കാനും അവർക്ക് കഴിയാത്തതുകൊണ്ട് വാചകങ്ങളെ ആ സ്ഥലത്ത് നിർത്തി അതിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ തങ്ങളിൽ നിന്ന് നേരിട്ട് വ്യാഖ്യാനം വിശദീകരണം കേട്ട സ്വഹാബയോ അവരിൽ നിന്ന് കേട്ട താബീങ്ങളോ അവരിൽ നിന്ന് കേട്ട അയിമ്മത്ത് മുജ്തഹിദുകളോ അവരെ അനുധാവനം ചെയ്ത ശേഷമുള്ള പണ്ഡിതന്മാരോ ഒന്നും കാണാത്ത, അവർ കൊടുക്കാത്ത, അവർക്കറിയാത്ത ചില വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമായി ഒരു പറ്റം ആളുകൾ പിൽക്കാലത്ത് വന്നു. പിൽക്കാലം എന്ന് പറയുമ്പോൾ സ്വഹാബയിൽ പ്രധാനികളെല്ലാം വഫാത്തായി പോയതിനു ശേഷമാണ് പുത്തൻ ആശയങ്ങളുടെ ചില വിത്തുകൾ മുളച്ചു വരുന്നത്. അതിലേക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സൂചന കൊടുത്തിട്ടുണ്ട് എന്നല്ല പരിശുദ്ധ ഖുർആൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞത് കാണാം, ഇന്നല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ശൈഇൻ ഇന്നമാ അംറുഹും ഇലല്ലാഹ്. ഇന്നല്ലദീന ഫർറഖൂ ദീനഹും, നിശ്ചയം ദീനിനെ ശിഥിലമാക്കിയ ഒരു കൂട്ടർ. വകാനൂ ശിയഅൻ, അങ്ങനെ അവർ വ്യത്യസ്ത പാർട്ടികളായി മാറി. ലസ്ത മിൻഹും ഫീ ശൈഇൻ, ഓ നബിയെ തങ്ങൾ അവരുമായി ഒരു കാര്യത്തിലും ഒരു ബന്ധവുമില്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അവരുടെ കാര്യം പൂർണ്ണമായി അല്ലാഹുവിൽ അർപ്പിതമാണ്. അത് വേണ്ട രൂപം വേണ്ട വിധത്തിൽ അല്ലാഹു കൈകാര്യം ചെയ്തുകൊള്ളും. റസൂലുള്ളാഹി തങ്ങൾ തന്നെ ഈ സൂക്തത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഇമാം തൊബറാനി അവിടുത്തെ അൽ മുസ്നദുൽ മുഅ്ജമുൽ കബീർ കൊടുത്തു കാണാം. ഓ ആയിഷ, യാ ആയിഷ, ആയിഷ ബിബിയോട് പറയുന്നു, ഇന്നല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയഅൻ, ദീനിനെ ശിഥിലമാക്കി വ്യത്യസ്ത പാർട്ടികളായി തിരിഞ്ഞെന്ന് പറഞ്ഞില്ലേ, അവരാരാണെന്നറിയാമോ? ഹും അസ്ഹാബുൽ ബിദ്അ വൽ അഹ്വാ, അവർ നവീന ആശയക്കാരാണ്. എല്ലാത്തിലും അവർക്ക് നവീകരണം വേണം. ഇസ്ലാമിന്റെ അടിമുടി നവീകരണം അവർ വരുത്തി, വിശ്വാസത്തിൽ വരുത്തി, കർമ്മങ്ങളിൽ വരുത്തി, ഇസ്ലാമിന്റെ ആത്മീയ കാര്യങ്ങളിലും അവർ വരുത്തി. ഈ കൂട്ടർ ആരാണ്? അസ്ഹാബുൽ ബിദ്അ വൽ അഹ്വാ, ഇച്ഛിച്ചത് പ്രകാരം. അപ്പോൾ ഒരു മുസ്തനദും അവർക്കില്ല, ഒരു തെളിവുമില്ലാതെ, ഒരു അടിസ്ഥാനവുമില്ലാതെ അവരുടെ ഇച്ഛാനുസരണം അവർ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളാണ്. അങ്ങനെയാണ് ഈ വിശദീകരണം വരുന്നത്. പ്രവാചകൻ കൊടുത്ത വ്യാഖ്യാനമാണ് സ്വഹാബയുടെ കയ്യിലുള്ളത്. അവർ പഠിച്ച വ്യാഖ്യാനമാണ് അവരിൽ നിന്ന് പഠിച്ച താബീങ്ങളിലുള്ളത്. അവരിൽ നിന്ന് പഠിച്ച തബഉ താബീങ്ങളും അയിമ്മത്ത് മുജ്തഹിദുകളും സ്വീകരിച്ചതും അതാണ്. അതിനെല്ലാം വിരുദ്ധമായി, വ്യത്യസ്തമായി സ്വന്തം ചില വ്യാഖ്യാനങ്ങളുമായി വന്നു. അത് അവർ അവരുടെ ഇച്ഛാനുസരണം കൊടുത്ത വ്യാഖ്യാനങ്ങളാണ്. ഇവരെക്കുറിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആയിഷ, ലൈസ ലഹും തൗബത്തുൻ, അവർ ഈ നടത്തിയത് മഹാപാതകമാണ്.
വലിയ കുറ്റമാണ്. ദീനിലെ ഒരു വിധി, ആ വിധിക്ക് വിപരീതമായി ഒരാൾ ചെയ്താൽ അതിനൊരു കുറ്റം എന്നാണ് പറയുക. 5 നേരം നിസ്കരിക്കൽ അല്ലാഹു നിർബന്ധമാക്കിയതാണെന്ന് അവിതർക്കിതമായി സ്ഥിരപ്പെട്ടൊരു സംഗതിയാണ്. പക്ഷേ ഒരാൾ നിസ്കരിച്ചില്ല, അത് മഹാപാതകമാണ്, മഹാകുറ്റമാണ്. ഒരു മനുഷ്യന്റെ ആത്മാവിനെ ഒരാൾ അപഹരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിന് കൊടുക്കേണ്ടുന്ന വില എത്രയാണ്? ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് പ്രത്യേക ചില ശിക്ഷാ നിയമങ്ങൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ നടത്തേണ്ടവർ അത് നടത്തുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നം വരുന്നില്ല. ഒരാളെ ഒരു കാരണവും കൂടാതെ കളഞ്ഞു. ആ കൊന്നവനെ കൊല ചെയ്യാൻ വ്യക്തിപരമായി ഓരോരുത്തർക്കും അതിന് പറ്റില്ല. ഒരു ഭരണ സംവിധാനം ഉണ്ടാകുമ്പോൾ ശിക്ഷ നടപ്പാക്കേണ്ടത് ആ ഭരണത്തിൽ നിന്നാണ്. അങ്ങനെ കൊന്നവനെ കൊല്ലുക എന്ന നിലയിൽ കൊന്നാലല്ല പറയുന്നത്. അകാരണമായി ഒരാൾ കൊന്നുകഴിഞ്ഞു, എന്നാൽ ആ കൊല്ലപ്പെട്ടവന്റെ ജീവന് 100 ഒട്ടകത്തിന്റെ വിലയാണ് നൽകേണ്ടത്. 100 ഒട്ടകത്തിന്റെ വില എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യ അതിന് വരും. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഡ്രൈവർമാർ അരികിൽ നിന്ന് ഒരാൾക്ക് വണ്ടി തട്ടി അയാൾ മരിച്ചുപോയാൽ 1.5 ലക്ഷം റിയാൽ അല്ലെങ്കിൽ ദിർഹം കൊടുക്കണം. 1.5 ലക്ഷം ദിർഹം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ എത്ര രൂപയായി? 1 ലക്ഷം ദിർഹമായാൽ തന്നെ 10-18 ലക്ഷത്തോളം ഉറുപ്പിയായി. അപ്പോ ഒരു ജീവന് അത്രയും വില വരുമെങ്കിൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം, ഇസ്ലാമിക നിയമം നടക്കുന്ന രാജ്യത്ത് ഒരു എതിറും കൂടാതെ, കാരണവും കൂടാതെ നിസ്കാരം വിട്ടുകളഞ്ഞാൽ, ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന് കൊടുക്കേണ്ട ശിക്ഷ വലിയ ശിക്ഷയാണ്. അവന്റെ ജീവന് വില കൽപ്പിക്കുന്നില്ല. അപ്പൊ അത്രയും വലിയ ഒരു സംഗതിയാണ് നിസ്കാരം. നിസ്കാരം ഒഴിക്കൽ മഹാപാപമാണ്. എന്നാലും അവൻ ഇസ്ലാമിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. കുറ്റക്കാരനായ മുസ്ലിം എന്നാണ് അവനെ കുറിച്ച് പറയാൻ. അതേ സ്ഥാനത്ത് ആ നിയമത്തെ തന്നെ ഒരാൾ അംഗീകരിക്കുന്നില്ല. 5 നേരം നിസ്കരിക്കുന്നുണ്ടോ? പക്ഷേ അവൻ പറയുന്നത് ഈ നിയമം ഞാൻ അംഗീകരിക്കില്ല. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, അത് ശരി, പക്ഷെ ഇങ്ങനെ 5 നേരം നിസ്കരിച്ചേ പറ്റൂ, നിർബന്ധമാണ് എന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നാണ് ഒരാളെ നിലപാടെങ്കിൽ അവൻ ഇസ്ലാമിന്റെ പരിധിയിൽ നിന്ന് പുറത്തുപോയി, അവൻ മുസ്ലിമല്ല. അപ്പൊ എന്ന പോലെ ഒരു കുറ്റം ഒരാൾ ചെയ്യൽ, അത് അള്ളാഹുവിന്റെ അരികിലുള്ള സംഗതിയാണ്. അള്ളാഹുവിനാണ് നമ്മൾ കുറ്റം ചെയ്തത്, അള്ളാഹുവിന്റെ കൽപ്പനക്കാണ് കുറ്റം ചെയ്തത്. അവിടെ അള്ളാഹുവിന്റെ തീരുമാനം, അത് ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുത്തുന്നവരും. പക്ഷേ പുറത്തു കിട്ടും വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എതിരിയാൻ പാടില്ല. പുറത്തേക്കാം, അല്ലെങ്കിൽ പുറത്തില്ല, നീതി നടപ്പാക്കി എന്നും വരാം. ശിക്ഷ നടപ്പാക്കൽ നീതി നടപ്പാക്കൽ. എന്നാൽ അതല്ല ഈ നിയമങ്ങളെ തന്നെ ഒരാൾ അംഗീകരിക്കാതിരിക്കൽ. അതുകൊണ്ടാണ് അവർക്ക് തൗബയില്ല എന്ന് വരെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പുത്തനാശയക്കാർ. അപ്പൊ ചിലർ മനസ്സിലാക്കുന്നത് പോലെ എന്തായാലും എന്തോ ആവട്ടെ, 5 നേരം നിസ്കരിക്കുന്നുണ്ടല്ലോ, അവൻ നല്ലവനാണ്. നിസ്കരിച്ചു എന്ന് പറഞ്ഞ് ഈ കുത്തിമറിയൽ കൊണ്ട് നിസ്കാരമാകുന്നില്ല. വിശ്വാസം ശരിയായിട്ട് വേണം അവന്റെ നിസ്കാരം ശരിയാവാൻ. കാരണം നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട റുക്കിനാണ് നിയ്യത്ത്. ആ നിയ്യത്ത് സഹീഹാകണമെങ്കിൽ നിസ്കരിക്കുന്ന വ്യക്തി മുഅ്മിനാകണം. ഈമാനില്ലെങ്കിൽ അവൻ ചെയ്യുന്ന ഒരു അമലും സ്വീകാര്യമല്ലെന്ന് ഖുർആൻ തന്നെ പറയുന്നു.
വല്ലദീന കഫറൂ അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹു ളംആനു മാഅ ഹത്താ ഇദാ ജാഅഹു ലം യജിദ്ഹു ശൈഅ. വിശ്വാസമില്ലാതെ കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ ആരും അത് നല്ലതായി അംഗീകരിക്കും. അങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്, പക്ഷേ ഉള്ളിൽ വിശ്വാസമില്ല. എങ്കിൽ അവരുടെ അവസ്ഥ എന്താണ്? കസറാബിൻ ബിഖീഅത്തിൻ, മരുഭൂമിയിൽ കാണുന്ന മരീച്ചിക പോലെയാണ്. മരീച്ചിക്ക് യാഥാർത്ഥ്യമില്ല. നാഹിച്ചവസനായ മനുഷ്യൻ ഈ മരീച്ചിക കാണുമ്പോൾ വെള്ളമാണെന്ന് ധരിച്ചു പോകും. ഹത്താ ഇദാ ജാഅഹു ലം യജിദു ശൈഅ, ഒരു മുറുക്ക് വെള്ളം കിട്ടാൻ വേണ്ടി മരീച്ചിക ലക്ഷ്യമാക്കി നടന്നാൽ അവിടെ ചെല്ലുമ്പോൾ വെള്ളമില്ല. അവിടുന്ന് പിന്നെയും കുറെ മുന്നോട്ട് നോക്കുമ്പോൾ അവിടെയും ഇതുപോലെ ഇങ്ങനെ കാണും. ഈ പരുവത്തിലാണ് ഈമാനില്ലാത്തവന്റെ സൽകർമ്മങ്ങൾ എന്ന് ഇസ്ലാം പറയുന്നു, ഖുർആൻ പറയുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, വിശ്വാസം ശരിപ്പെടാതിരുന്നാൽ കർമ്മങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും സ്വീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ ഏതൊക്കെയാണ്? ഇന്ന് പ്രധാനമായും നമ്മുടെ രാജ്യത്തുള്ള വിദഗ്ധ കക്ഷികളും നമ്മളും തെറ്റി നിൽക്കുന്നത് ഈ വിഷയത്തിലാണ്. ചെറിയ വിഷയമല്ല. എന്താണ് വിഷയം? മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ സുന്നികളൊന്നും മുസ്ലിങ്ങൾ അല്ല. അവർ വിഗ്രഹാരാധനയെ നടത്തുന്നവരെക്കാൾ വലിയ ബഹുദൈവവിശ്വാസികളാണ്. മമ്പ്രത്ത വിഗ്രഹത്തെ ആരാധിക്കുന്നു സുന്നികൾ. ഗുരുവായൂരമ്പലത്തിലെ വിഗ്രഹത്തിന് ആരാധിക്കുന്നു ഹിന്ദുക്കൾ. വ്യത്യാസമില്ല. ഒന്ന് കിടത്തിയ വിഗ്രഹമാണ്, ഒന്ന് നിർത്തിയ വിഗ്രഹമാണ്. എത്ര വ്യത്യാസമുള്ളൂ. ഇത് പറയുന്നത് ആരാണ്? നമ്മുടെ രാജ്യത്തുള്ള പുത്തൻ ആശയക്കാർ മുജാഹിദ് എന്ന പേരിലായാലും ജമാഅത്ത് ഇസ്ലാമി എന്ന പേരിലായാലും തബ്ലീഗ് ജമാഅത്ത് എന്ന പേരിലായാലും ഇവരൊക്കെ ഈ വിശ്വാസക്കാരാണ്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ അവர்களுം ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ അവരുകളൊക്കെ നമ്മൾ സ്റ്റേജിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോ ഈ വിശ്വാസത്തിൽ ആണ് അവർ നിൽക്കുന്നത്. മുഅ്മിനീങ്ങളിൽ വലിയ ശതമാനത്തെ മുശ്രിക്കുകളാക്കുന്നു. എവിടെയാണ് വ്യത്യാസം? അവർ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്നു, നാം തൗഹീദിന്റെ നേരെ എതിർവശത്ത് നിൽക്കുന്ന ശിർക്കിൽ നിൽക്കുന്നു. ഇത് എന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തെളിവില്ല, ഖുർആന്റെ തെളിവില്ല. ഖുർആനും സുന്നത്തും പഠിച്ച നബിതങ്ങളിൽ നിന്ന് പഠിച്ച സ്വഹാബയുടെ വാക്കുകൾ തെളിവില്ല. അവരിൽ നിന്ന് ഇതെല്ലാം ഒപ്പിയെടുത്ത് പഠിച്ച താബിഈങ്ങൾ പറഞ്ഞ തെളിവില്ല. അവരിൽ നിന്നെല്ലാം കൂടി പഠിച്ച അയിമ്മത്ത് മുജ്തഹിദുകൾ അവർ പറഞ്ഞ തെളിവില്ല. പിന്നെ ആരുടെ തെളിവാ? അവര് പറയുന്ന തെളിവ് തന്നെ. അവർ തന്നെ വാദവും അവർ തന്നെ തെളിവും. അതാണ് നബി തങ്ങൾ പറഞ്ഞ ഹും അസ്ഹാബിൽ ബിദ്ഇ വൽ അഹ്വാ. നേരത്തെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നവർ, അങ്ങനത്തെ ഒരു കൂട്ടർ വരുമെന്നും നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആഖിറുസ്സമാനാകുമ്പോൾ, അവസാന കാലമായി വരുമ്പോൾ പൊള്ളു പറയുന്ന, യാതൊരു അടിസ്ഥാനവുമില്ലാതെ നിർമ്മിച്ചു പറയുന്ന ഒരു കൂട്ടർ വരും. നിങ്ങൾ കേൾക്കാത്തത്, പോകട്ടെ നിങ്ങളുടെ മുൻഗാമികൾ കേൾക്കാത്തത് ഇവർ കൊണ്ടുവരും. നിങ്ങളവരെ കരുതിയിരിക്കണം, സൂക്ഷിക്കണമെന്ന്
ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഭാഗങ്ങളിൽപ്പെട്ട ചിലരെല്ലാം വരാൻ തുടങ്ങി. വരുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് സൂചിപ്പിച്ചു, ഈ ആയത്ത് അങ്ങോട്ടാണ് സൂചന എന്ന് പറഞ്ഞു. അവർക്ക് തൗബയില്ല അതുവരെ പറഞ്ഞു. അനമിന്നും ബരീഉൻ, ഞാൻ അവരിൽ നിന്ന് മുക്തനാണ്. വഹും മിന്നീ ബറാഅ്, അവർ എന്നിൽ നിന്നും മുക്തരാണ്, ഞാനും അവരായിട്ടൊരു ബന്ധവുമില്ല. ഇങ്ങനത്തെ ഒരു കൂട്ടർ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വഹാബത്തിൽ വിരലിലെണ്ണാവുന്ന ചിലർ ബാക്കിയുള്ളപ്പോൾ കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ പലപ്പോഴായി പല വിഭാഗങ്ങൾ പല പേരുകളിൽ വന്നു. ഖവാരിജുകൾ വന്നു, മുർജിയത്ത് എന്ന കൂട്ടർ വന്നു, റാഫിളിയത്ത് എന്ന കൂട്ടർ വന്നു. ഇങ്ങനെ തുടങ്ങി മുഅ്തസിലത്ത്. ആദ്യ കാലത്ത് തന്നെ നിരവധി പാർട്ടികൾ വന്ന് ഇവരെല്ലാം കുറേശ്ശെ വ്യത്യസ്തമായ വീക്ഷണങ്ങളിലൂടെ വിശ്വാസങ്ങളിൽ കർമ്മങ്ങളിലൊക്കെ അവർ തകരാറ് വരുത്തി. ഇങ്ങനെ വരുത്താൻ തുടങ്ങിയപ്പോഴാണ് അതത് കാലത്തിലുണ്ടായിരുന്ന വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ വികലമാക്കിയ ഈ പ്രസ്ഥാനങ്ങളൊക്കെ വന്നപ്പോ അവർക്കെതിർ ഇസ്ലാമിന്റെ വിശ്വാസം ഇന്നതാണെന്ന് വരച്ചു കാണിക്കുന്നതിനു വേണ്ടി പ്രധാനപ്പെട്ട രണ്ട് ഇമാമുകളെ അള്ളാഹു ആ കാലത്ത് നിയോഗിച്ചു. ഒന്ന് മഹാനായ അബുൽ ഹസനിൽ അസ്അരി, രണ്ടാമത്തേത് അബൂ മൻസൂരിൽ മാതുരീദി റളിയല്ലാഹു അൻഹുമ. ഈ രണ്ട് മഹത്തുക്കളാണ് ആ കാലങ്ങളിൽ വന്നു കൂട്ടിയ ഈ പുത്തനാശയക്കാരെ മുഴുവൻ വേറുതിരിച്ചു. അഹ്ലുസുന്നയുമായി ഇവർ എന്തെല്ലാം വിഷയങ്ങളിൽ തെറ്റി നിൽക്കുന്നു, മാറി നിൽക്കുന്നു, എല്ലാം കറക്റ്റ് ചെയ്ത് വിശ്വാസത്തിൽ തകരാറായ ആരെയും വിട്ടുകളഞ്ഞില്ല. ഇനി ശേഷം ഒരു കൂട്ടർ വന്നാൽ അവരെക്കുറിച്ചുള്ള തീരുമാനം എടുക്കാനും പറ്റും വീടും ഇസ്ലാമിനെ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ സംരക്ഷിച്ച അതിന്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത ആ കാലത്തേക്ക് വേണ്ടി എന്നല്ല ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് വേണ്ടി വിശ്വാസ രംഗത്ത് അള്ളാഹു നിശ്ചയിച്ച രണ്ട് ഇമാമുകളാണിവർ. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തുഹ്ഫയിൽ തന്നെ പറഞ്ഞു കാണും. ആരാണ് അഹ്ലുസുന്ന? അവര് ഇമാമാഹ, അഹ്ലുസുന്നയുടെ രണ്ട് ഇമാമുകൾ, വഅത്ബാഉഹുമ, അവരെ തുടർന്ന ആളുകളും, അവരാണ് അഹ്ലുസുന്ന എന്ന് പറയുന്നത്. ആരാണ് രണ്ട് ഇമാമുകൾ? അബുൽ ഹസൻ അൽ അസ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൻസൂരിൽ മാതുരീദി റളിയല്ലാഹു അൻഹു. ഇവരെങ്ങനെയാണ് ഈ തീരുമാനം കൊട്ടക്കണക്കിന് തീരുമാനിച്ചതല്ല. ഖുർആനിന്റെയും ഹദീസിന്റെയും അതേപോലെ കഴിഞ്ഞുപോയ സ്വഹാബത്ത് താബീങ്ങൾ അവരുടെയും അവർ സ്വീകരിച്ചു പോന്ന, അവർ കൈകൊണ്ടുപോകുന്ന നിലപാടുകളും അവർ നമ്മുടെ വിശ്വാസങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് വിശ്വാസം, അതിൽ നിന്ന് തെന്നിയതൊക്കെ തെറ്റായ വിശ്വാസമാണെന്നും അവർ വ്യാഖ്യാനിച്ച വിശദീകരിച്ച കാര്യങ്ങളെല്ലാം കണ്ടെത്തി ആ ലൈനിലാണ് അവർ ഈ വിശ്വാസ കാര്യങ്ങളെല്ലാം സമഗ്രഹിച്ചു. അതേപോലെ കർമ്മങ്ങളിലും ഇങ്ങനെ പലതും കയറി വരാൻ തുടങ്ങിയപ്പോൾ കർമ്മപരമായ കാര്യങ്ങൾ, ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് വരച്ചു കാണിക്കാൻ 4 ഇമാമുകളെയും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ശാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ 4 ഇമാമുകൾ
അതേപോലെ തന്നെ തസവുഫിന്റെ രംഗത്ത് ആത്മീയതയിൽ പല കള്ളന്മാരും പണ്ടും ഇന്നും കേറി വരുന്ന കാലഘട്ടമാണ്. എല്ലാവരും ആത്മീയത പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അതിൽ ഏതൊക്കെയാണ് കള്ളന്മാർ, സത്യവാൻമാർ ആരൊക്കെയാണ് എന്ന് വേർതിരിക്കുന്നതിനു വേണ്ടി ശേഷമുള്ള പണ്ഡിതന്മാരെല്ലാം ഇത്തിഫാക്കായി ഒരുമിച്ച് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദു തായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അവരുടെ തരീഖത്താണ് ഏറ്റവും അക്വമായ തരീഖത്ത്. അതുകൊണ്ട് തന്നെ ആ തരീഖത്തിന്റെ ആശയങ്ങളോട് തെറ്റിപ്പോയ തരീഖത്തുകളൊന്നും സ്വീകാര്യമല്ല എന്ന് പണ്ഡിത ലോകം വിലയിരുത്തി. അപ്പൊ നമുക്കെല്ലാത്തിനും ഒരു കാലഘട്ടത്തിലെ ആലിമീങ്ങളെല്ലാം കൂടി തീരുമാനമെടുത്തതുപോലെ, ശേഷക്കാര് മുഴുവനും അത് അംഗീകരിച്ചതുപോലെ, ഈ കാര്യങ്ങൾക്ക് തെന്നിപ്പോയ കള്ളന്മാരെ പിടികൂടാൻ ശരിക്കുമുള്ള മാനദണ്ഡം നമ്മുടെ കയ്യിലുണ്ട്. അശ്ശരി ഇമാമെല്ലാം എത്രമാത്രമാണ് ഇവരോടുള്ള വെറുപ്പ് വെച്ചത്. പുത്തനാശയക്കാരോട്, വിശ്വാസത്തിൽ തെറ്റിപ്പോയവരോട് നമുക്ക് ഒരു നിരക്കുമുള്ള സമീപനം, നല്ല സമീപനം ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ കച്ചറുണ്ടാക്കാനും കുഴപ്പമുണ്ടാക്കാനും പോകുന്നവരല്ല. ഒരറിയിപ്പ്. KL 57G 143 വെള്ള സ്വിഫ്റ്റ് കാർ ഉടൻ അവിടുന്ന് മാറ്റി കൊടുക്കണം. KL 57G 143 വെള്ള സ്വിഫ്റ്റ് കാർ ഉടൻ അവിടുന്ന് മാറ്റി കൊടുക്കണം. ഞാൻ നിർത്തുകയാണ്. പറഞ്ഞു വന്നത്, അത്രയും കണിശത പുലർത്തിക്കൊണ്ടാണ് അഹ്ലുസുന്നയുടെ ഇമാമായ അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു അവരുമായുള്ള സമീപനത്തിൽ കൈക്കൊണ്ട നയങ്ങൾ. എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ പരത്തി പറയുന്നില്ല. അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു വഫാത്തിനോടടുത്ത സമയം മഹാനവകൾ എന്തോ പെരുവിറുക്കുന്നത് പോലെ, ചുണ്ടുകൊണ്ട് പറയുന്നത് പോലെ തോന്നി. അവിടുത്തെ അടുത്ത ചില ആളുകൾ ചെവി വെച്ച് നോക്കി, എന്താ പറയുന്നത്? ആ സമയത്ത് അവിടുന്ന് പറയുന്നത്, ലഅനത്തുല്ലാഹി അലൽ മുഅ്തസിലത്തി തത്റാ വാഹിദത്തൻ ബഅദ ഉഖ്റാ. ഇമാം ഇബ്നു സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി തബഖാത്തു സാഫിയ്യത്തുൽ കുബ്ര എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു ചരിത്രം പറയുന്നിടത്ത് അവിടുത്തെ വഫാത്തിന് സമയം പറഞ്ഞിരുന്ന ഈ വാക്കതിൽ ഉദ്ധരിച്ച് കാണാം. മുഅ്തസില വിഭാഗം ആ കാലഘട്ടത്തിൽ പല പ്രസ്ഥാനങ്ങളുണ്ടെങ്കിലും നമ്മളുമായി എതിര് വരുന്ന ഖിലാഫിയായ കാര്യങ്ങൾക്കൊക്കെ അടിത്തറ പാടി കെട്ടും മട്ടും ഉണ്ടാക്കിയ കൂട്ടരാണ്. ഇതുപോലെ നമ്മുടെ രാജ്യത്ത് പല പ്രസ്ഥാനക്കാരും വന്നുവെങ്കിൽ അതിലൊരു പ്രത്യേകമായ രീതിയിൽ സംഘടനയും അതിന് രൂപവും ഭാവമൊക്കെ കൊടുത്ത് ഉണ്ടാക്കിയത് വഹാബികളാണല്ലോ. എന്നതുപോലെ ആ കാലത്തെ പുത്തനാശയക്കാർക്ക് മുഴുവൻ വഴി തുറന്നു കൊടുത്തത് യഥാർത്ഥത്തിൽ അന്നത്തെ ഈ മുഅ്തസില വിഭാഗമാണ്. അവരിൽ നിന്നാണ് ബാക്കിയുള്ളതും കുറെ പൊട്ടിപ്പുറപ്പെട്ടത്. അതുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്യാണ് ആ സമയത്ത്, ലഅനത്തുല്ലാഹി അലൽ മുഅ്തസില. അങ്ങനെ ലഅനത്ത് ചെയ്യാൻ, വ്യക്തിപരമായി ലഅനത്ത് ചെയ്യാൻ പാടില്ല. വ്യക്തിയെ പറയാതെ ആ പ്രസ്ഥാനത്തിന് മൊത്തം ലഅനത്ത് ചെയ്തുകൊണ്ട് ലഅനത്തുല്ലാഹി അലൽ മുഅ്തസില, മുഅ്തസിലത്തിനെ മേലിൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. വാഹിദത്തൻ ബഅദ ഉഖ്റ, ഒന്നിനു ശേഷം മറ്റൊന്ന് എന്ന നിലക്ക് തുടരെയായിട്ട് അല്ലാഹുവിന്റെ ശാപം അവർക്ക് ഇറങ്ങട്ടെ എന്ന് ശാപപ്രാർത്ഥന ബഹുമാനപ്പെട്ടവർ നടത്തി എന്ന് പറയുമ്പോൾ വിശ്വാസത്തിലുള്ള വ്യതിയാനം ചെറുതല്ല. കേരള മുസ്ലിം ജമാഅത്തിന്റെ അടിത്തറ അതാണെന്ന് ഓർക്കണം. നമുക്കവിടെ പഞ്ചായത്തില്ല. വിശ്വാസപരമായ കാര്യം, നമ്മുടെ വിശ്വാസം സംശുദ്ധമായ പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആ വിശ്വാസമാണ്. അവരാണ് താബിഈങ്ങൾക്ക് പഠിപ്പിച്ചത്. അവരാണ് നമ്മുടെ മുൻഗാമികളായ അയിമ്മത്തുൽ മുജ്തഹിദുകൾ പഠിപ്പിച്ചത്.
അവരിൽ നിന്ന് പഠിച്ചു പോന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. ആ പാരമ്പര്യമൊന്നുമില്ലാതെ ആരോ കൊണ്ടുവന്ന വിശദീകരണവും വ്യാഖ്യാനങ്ങളും അവരുടെ പ്രസംഗങ്ങളും ലേഖനങ്ങളും അത് വായിച്ചും കേട്ടും മനസ്സിലാക്കിയൊന്നും അതിൽ ആരും പെട്ടുപോകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം തന്നെ കഴിഞ്ഞുപോയി. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.